Videoline News Update. Brought to you by Joy Alucas, world's favorite jeweler. London നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം 1 and 2 Carlton Terrace, Green Street, London. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. മലയാളികൾ ഉൾപ്പെടെ യുകെയിൽ കുടിയേറിയവരെ ഭീതിയിലാക്കി കലാപങ്ങൾ. യുകെയിലെ വിവിധ ഭാഗങ്ങളിൽ തീവ്ര വലതുപക്ഷ കലാപങ്ങളാണ് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. യുകെയിൽ കുടിയേറിയ മലയാളികളിൽ ഭൂരിഭാഗം പേരും NHSൽ ജോലി ചെയ്തു വരുന്ന നഴ്സുമാരാണ്. ഇത്തരം വംശീയ പ്രക്ഷോഭങ്ങൾ ജീവനക്കാരെ ബാധിക്കുന്നതായി NHS ഇംഗ്ലണ്ടിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് അമൻഡ പ്രിച്ചാർഡ് പറയുന്നു. ഇംഗ്ലണ്ടിൽ നിന്നുള്ള 32-കാരനായ NHS ഹോസ്പിറ്റൽ ഡോക്ടറായ സമീർ സുരക്ഷയും വർദ്ധിച്ചുവരുന്ന സെനോഫോബിയയും കുറിച്ചുള്ള തന്റെ ആശങ്കകൾ പങ്കുവച്ചു. 4 വർഷം മുമ്പ് ഈജിപ്തിൽ നിന്നും മാറിയതിനു ശേഷം ഇതുപോലുള്ള അവസ്ഥ താൻ നേരിട്ടിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി വർദ്ധിച്ചുവരുന്ന വിദ്വേഷജനകമായ ഓൺലൈൻ കമന്റുകളും സമീപത്തുള്ള കുടിയേറ്റ വിരുദ്ധ പ്രകടനങ്ങളും വർദ്ധിച്ചതിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള കുടിയേറ്റക്കാർ കനത്ത ആശങ്കയിലാണ്. മലയാളികളിൽ ഭൂരിഭാഗം ആളുകളും കുടുംബമായാണ് യുകെയിലേക്ക് കുടിയേറുന്നത്. സമൂഹ മാധ്യമങ്ങളിലും മറ്റും പ്രചരിക്കുന്ന കലാപത്തിന്റെ വീഡിയോകളും ചിത്രങ്ങളും കുട്ടികൾ ഉൾപ്പെടെയുള്ളവരിൽ കനത്ത ഭീതിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുടെ നേതൃത്വത്തിലുള്ള UK സർക്കാർ കുടുംബ വിസയിൽ ഒരു കുടുംബാംഗത്തെ സ്പോൺസർ ചെയ്യുന്നതിനുള്ള കുറഞ്ഞ വരുമാന പരിധി ഉയർത്തുവാനുള്ള പദ്ധതികൾ നിർത്തിവെച്ചു. ഫാമിലി വിസ നയത്തിന്റെ അവലോകനം പൂർത്തിയാകുന്നതുവരെ പ്രതിവർഷം GBP 29,000 വേഗപരിധിയിൽ കൂടുതൽ മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ലെന്ന് ആഭ്യന്തര വകുപ്പിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി യെവറ്റ് കൂപ്പർ സ്ഥിരീകരിച്ചു. മിനിമം വരുന്ന ആവശ്യകത നിലവിൽ GBP 29,000 സജ്ജീകരിച്ചിരുന്നു. മൈഗ്രേഷൻ ഉപദേശക സമിതി അവലോകനം പൂർത്തിയാകുന്നതുവരെ കൂടുതൽ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് യെവറ്റ് കൂപ്പർ പറഞ്ഞു. യുകെയിൽ കുടിയേറ്റ വിരുദ്ധ പ്രതിഷേധങ്ങൾ പുരോഗമിക്കുന്നതിനിടെ നോർത്തേൺ ഐലൻഡിൽ ക്രൈസ്തവ ആരാധനാലയത്തിനെതിരെ പെയിന്റ് ബോംബ് ആക്രമണം. ബെൽഫാസ്റ്റ് മലയാളികൾ ആരാധനയ്ക്കായി ഒത്തുകൂടുന്ന സെയ്മോർ ഹിൽ മെത്തഡിസ്റ്റ് ചർച്ചിന് നേരെയാണ് കഴിഞ്ഞ ഞായറാഴ്ച പെയിന്റ് ബോംബ് എറിഞ്ഞത്. പുലർച്ചെയോടെയായിരുന്നു ആക്രമണം. സംഭവത്തെ ലിസ്ബൺ കാസ്റ്റലോറിംഗ് കൌൺസിലർ ജൊനാഥൻ ക്രെയ്ഗ് അപലപിച്ചിട്ടുണ്ട്. ഞായറാഴ്ച രാവിലെ ആരാധനാലയത്തിലെത്തുമ്പോൾ ആരാധനാലയത്തിന് മുന്നിൽ പെയിന്റ് ഒഴിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. എന്നാൽ കെട്ടിടത്തിന് നേരെ എന്തെങ്കിലും ആക്രമണം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ സംഭവത്തെ കൂടുതൽ ഗൗരവമായി എടുത്തിരുന്നില്ല. എന്നാൽ അവിടെ ആരാധന നടത്തുന്ന സഭയുടെ നേതൃത്വം ഇത് കൌൺസിൽ അംഗങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു. ഇനി നാട്ടിലെ വാർത്തകൾ. ഇന്ത്യയിലേക്ക് കടക്കുവാൻ ശ്രമിച്ച 120-140 ബംഗ്ലാദേശികളെ ബംഗാളിലെ രാജ്യാന്തര അതിർത്തി രക്ഷാസേന തടഞ്ഞു. ബംഗ്ലാദേശിലെ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിർത്തി മേഖലയിൽ ഇന്ത്യ അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട്. കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള സംഘമാണ് ഇന്ത്യയിലേക്ക് കടക്കുവാൻ ശ്രമിച്ചത്. BSF ബംഗ്ലാദേശ് അതിർത്തി സേനയെ വിവരം അറിയിച്ചതോടെയാണ് ഇവരെ തടഞ്ഞ് തിരിച്ചയച്ചത്. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയായ 4096 കിലോമീറ്റർ വടക്കൻ ബംഗാളിൽ 932 കിലോമീറ്ററാണുള്ളത്. ഡാർജിലിംഗ്, ജയ്പാഗുഡി, ഉത്തർ ദിനാജ്പൂർ എന്നീ ജില്ലകൾ ഈ മേഖലയിലാണ്. അതിനിടെ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ചരക്കു കൈമാറ്റം പുനരാരംഭിച്ചു. ബംഗ്ലാദേശിലെ സംഭവ വികാസങ്ങളെ തുടർന്ന് ചരക്കു ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ഹിലി, ചംഗ്രബന്ധ, മഹാദിപൂർ, ഫുൽബാരി തുടങ്ങിയ ലാൻഡ് പോർട്ടുകളിൽ ഇന്നലെ ചരക്കു നീക്കം നടന്നു. NCERT പാഠപുസ്തകങ്ങളിൽ നിന്ന് ഭരണഘടനയുടെ ആമുഖം നീക്കം ചെയ്തുവെന്നാരോപിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ രാജ്യസഭയിൽ കോൺഗ്രസ് പ്രതിഷേധിച്ചു. 400 സീറ്റെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്നം ജനം തകർത്തതിലുള്ള അമർഷത്തിൽ ഭരണഘടന തിരുത്തുവാൻ കേന്ദ്രം ശ്രമിക്കുകയാണെന്നും അതിന് പാഠപുസ്തകങ്ങളെ ഉപയോഗിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖർഗെ കുറ്റപ്പെടുത്തി. ഭരണഘടനയിൽ കൈകടത്താൻ കോൺഗ്രസ് അനുവദിക്കില്ല. രാജ്യത്തെ ജനാധിപത്യത്തിന്റെയും ഭരണഘടനയുടെയും അടിസ്ഥാന മൂല്യങ്ങൾ ഭാവി തലമുറയെ പഠിപ്പിക്കണം. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, BR അംബേദ്കർ, സർദാർ വല്ലഭായ് പട്ടേൽ എന്നിവർ നടത്തിയ ത്യാഗം അവർ മനസ്സിലാക്കണമെന്നും ഖർഗെ പറഞ്ഞു. 2027 വരെയുള്ള വർഷങ്ങളിലെ വൈദ്യുതി നിരക്ക് പരിഷ്കരിക്കുവാൻ KEB വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന് അപേക്ഷ നൽകി. ഈ വർഷം 34 പൈസയും 2025-26 24 പൈസയും 26-27 5.90 പൈസയും വീതം നിരക്ക് വർദ്ധിപ്പിക്കുവാനാണ് ശുപാർശ. നിലവിലെ താരിഫ് വർധനയിൽ നിന്നും വ്യത്യസ്തമായി വൈദ്യുതി ഉപയോഗം കൂടുന്ന ജനുവരി മുതൽ മെയ് വരെയുള്ള മാസങ്ങളിൽ വേനൽക്കാല താരിഫായി യൂണിറ്റിന് 10 പൈസ അധികം ഈടാക്കണമെന്നും ശുപാർശയുണ്ട്. വൈദ്യുതി നിരക്ക് പരിഷ്കരണം സംബന്ധിച്ച KEBയുടെ ശുപാർശകൾ പൊതുജനങ്ങളുടെ അറിവിനായി വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ഇതിൽ ജനങ്ങളുടെ വാദം കേട്ട ശേഷമായിരിക്കും നിരക്ക് പരിഷ്കരണം സംബന്ധിച്ച് റെഗുലേറ്ററി കമ്മീഷൻ ഉത്തരവ് പുറപ്പെടുവിച്ച് വിജ്ഞാപനം ചെയ്യുക. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി പഴയ അപേക്ഷകളിൽ സഹായം നേരത്തെയുള്ള തുകയിൽ നിന്ന്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ ശേഷം ജൂലൈ 31 മുതൽ ഓഗസ്റ്റ് 6 വരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 361 പേർക്കായി 89.13 ലക്ഷം രൂപ അപേക്ഷകർക്ക് വിതരണം ചെയ്തു. ദുരന്തത്തിന് മുമ്പ് ലഭിച്ച ഈ അപേക്ഷകളിലെ സഹായം നിധിയിൽ നേരത്തെ ഉണ്ടായിരുന്ന തുകയിൽ നിന്നാണ് അനുവദിച്ചത്. ഇതിന്റെ കണക്ക് സർക്കാർ പ്രസിദ്ധീകരിച്ചു. ജൂലൈ 31 ശേഷം ലഭിക്കുന്ന സംഭാവന പൂർണ്ണമായും വയനാട് പുനരധിവാസത്തിന് ഉപയോഗിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. ഇനി കായിക വാർത്തകൾ.
വിനേഷിന്റെ കാര്യത്തിൽ സങ്കടമുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാനില്ല. വെള്ളി മെഡൽ നൽകുവാൻ സാധിക്കില്ല. ഒളിമ്പിക്സിൽ നിന്ന് വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കിയ സംഭവത്തിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലെന്ന് യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗ് തലവൻ നെനാത് ലാലോവിച്ച്. 50 കിലോഗ്രാം വനിതാ ഫ്രീ സ്റ്റൈൽ ഗുസ്തി ഫൈനലിന് തൊട്ടുമുമ്പ് വിനേഷ് ഫോഗട്ടിനെ മത്സരത്തിൽ നിന്ന് അയോഗ്യയാക്കിയത് സങ്കടപ്പെടുത്തുന്ന കാര്യമാണെന്നും ഇക്കാര്യത്തിൽ സംഘടനയ്ക്ക് ഇടപെടാനാകില്ലെന്നുമാണ് ലാലോവിച്ചിന്റെ നിലപാട്. 50 കിലോ വിഭാഗത്തിൽ മത്സരിക്കുന്ന വിനേഷിന്റെ ശരീരഭാഗം 100 ഗ്രാം കൂടുതലാണെന്ന കാര്യം പറഞ്ഞാണ് മത്സരത്തിൽ നിന്നും വിലക്കിയത്. നിയമങ്ങൾ നേരത്തെ ഉണ്ടാക്കിയതാണെന്നും എല്ലാവരും അത് അംഗീകരിക്കണമെന്നും യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗ് തലവൻ ഒരു ദേശീയ മാധ്യമത്തോട് പ്രതികരിച്ചു. നമ്മൾ നിയമത്തെ അംഗീകരിക്കണം. വിനേഷിന് സംഭവിച്ച കാര്യത്തിൽ എനിക്ക് സങ്കടമുണ്ട്. ചെറിയ ഭാരക്കൂടുതൽ മാത്രമാണ് വിനേഷിനുണ്ടായിരുന്നത്. എന്നാൽ നിയമങ്ങൾ തന്നെയാണ്. ഗംഭീറിന്റെ ഏകദിന അരങ്ങേറ്റം പാളി. 1997 ശേഷം ശ്രീലങ്കയ്ക്കെതിരെ പരമ്പര ഇന്ത്യ നഷ്ടമാക്കി. വൻ പ്രതീക്ഷകളോടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലക ചുമതല ഏറ്റെടുത്ത ഗൗതം ഗംഭീറിന് നാണംകെട്ട തോൽവിയോടെ ഏകദിന അരങ്ങേറ്റം. ശ്രീലങ്കയ്ക്കെതിരായ 3-ാം ഏകദിനത്തിലും തോൽവി വഴങ്ങിയതോടെ 1997 ശേഷം ഇതാദ്യമായി അവർക്കെതിരെ ഏകദിന പരമ്പര നഷ്ടമാക്കിയെന്ന നാണക്കേടും സ്വന്തം. 3-ാം ഏകദിനത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക നിശ്ചിത 50 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ നേടിയത് 248 റൺസ്. ഇന്ത്യയുടെ മറുപടി 1 ഓവറിൽ 138 റൺസിൽ അവസാനിച്ചു. 1-ാം ഏകദിനത്തിൽ ടൈയും 2-ാം ഏകദിനത്തിൽ 32 റൺസ് തോൽവിയും വഴങ്ങിയ ഇന്ത്യ ഇതോടെ 3-ാം ഏകദിനത്തിൽ കൂറ്റൻ തോൽവിയാണ് ഏറ്റുവാങ്ങിയത്. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 106.47 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.